concavity and inflection points. First, we have the definition of concavity of the graph of a function. Suppose f is differentiable on an open interval I, then the graph of f is concave upward on I if f dash is increasing on I. The graph of f is concave downward on I if f dash is decreasing on I. കോൺകേവിറ്റി പറയുന്നത് സ്പെസിഫൈ ചെയ്യുന്നത് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എഫ് എന്ന ഫംഗ്ഷൻ്റെ കോൺകേവിറ്റി പറയുന്നത് എഫ് ഡാഷിൻ്റെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് കണ്ടീഷൻസ് കൺസിഡർ ചെയ്തിട്ടാണ്. വി ഹാവ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കോൺകേവ് അപ്വേർഡും ഉണ്ട്, കോൺകേവ് ഡൗൺവേർഡും ഉണ്ട്. കോൺകേവ് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ്, ഈ രണ്ട് കേസുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ കോൺകേവ് അപ്വേർഡ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഇൻക്രീസിങ് ആയിരിക്കണം, എഫ് ഡാഷ് ഇൻക്രീസിങ്. ഡൗൺവേർഡ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഡിക്രീസിങ്ങും ആയിരിക്കണം. അതാണ് ഡെഫിനിഷനിൽ പറയുന്നത്. ഇനി അതിൻ്റെ ജോമെട്രിക്കൽ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കർവ്, ഒരു ഗ്രാഫ് കോൺകേവ് അപ്വേർഡ് അല്ലെങ്കിൽ കോൺകേവ് ഡൗൺവേർഡ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് കോൺകേവ് അപ്പ് എന്നും കോൺകേവ് ഡൗൺ എന്നും പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ ഗ്രാഫിൽ ഏത് പോയിൻറ്റും, അതായത് ആ കർവിലെ ഏത് പോയിൻ്റ് വെച്ചിട്ടും നമ്മൾ ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ പോയിൻറ്റിൽ ഒരു ടാൻജൻറ്റ് വരച്ചു, അങ്ങനെ ഏത് പോയിൻറ്റിൽ ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാലും കർവിലെ എല്ലാ പോയിൻറ്റ്സും ആ എല്ലാ ടാൻജൻറ്റുകൾക്കും മുകളിലാണെങ്കിൽ, ഇവിടെ ഈ റെഡ് ലൈൻസാണ് നമ്മൾ ടാൻജൻസിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഒരു കർവ് നമ്മൾ വരയ്ക്കുന്നു, അതിൽ നമ്മൾ ഓരോ പോയിൻറ്റിലും നമുക്ക് ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാൽ ഏത് പോയിൻറ്റിൽ നമ്മൾ ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാലും കർവിലെ എല്ലാ പോയിൻറ്റ്സും എല്ലാ ടാൻജൻസിനും മുകളിലാണെങ്കിൽ, അപ്വേർഡ് ആണെങ്കിൽ നമ്മളതിനെ കോൺകേവ് അപ്പ് എന്ന് പറയും. കോൺകേവ് അപ്പ് അല്ലെങ്കിൽ കോൺകേവ് അപ്വേർഡ് എന്ന് പറയും. ഇനി തിരിച്ച് നമ്മൾ ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാൽ കർവിലെ ഏത് പോയിൻറ്റിൽ ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാൽ എല്ലാ പോയിൻറ്റ്സും, കർവിലെ പോയിൻറ്റ്സ് എല്ലാം ഈ ടാൻജൻറ്റുകൾക്ക് താഴെയാണ്. ഇവിടെ എല്ലാ കർവ് ടാൻജൻറ്റിന് താഴെയാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ കോൺകേവ് ഡൗൺവേർഡ് എന്നും പറയും. ദാറ്റ് മീൻസ് if the graph of f is concave upward on an open interval I, then it lies above all of its tangent lines. ഒരു ഗ്രാഫ് കോൺകേവ് അപ്വേർഡ് ആണെങ്കിൽ ആ ഗ്രാഫ് അതിൻ്റെ എല്ലാ ടാൻജൻസ് ലൈൻസിനും മുകളിലായിരിക്കും ഉണ്ടായിരുന്നത്. ആൻഡ് ഇഫ് ഇറ്റ്സ് കോൺകേവ് ഡൗൺവേർഡ് ഓൺ ഐ, കോൺകേവ് ഡൗൺവേർഡ് ആണെങ്കിൽ ആ ഇൻ്റർവെല്ലിൽ ഇറ്റ് ലൈസ് ബിലോ ആൾ ഓഫ് ഇറ്റ്സ് ടാൻജൻറ്റ് ലൈൻസ്. ആ കർവിൽ ഏത് ടാൻജൻറ്റ് ലൈൻ എടുത്താലും അതിന് താഴെയായിരിക്കും കർവ് ഉണ്ടായിരിക്കുന്നത്. ഇതാണ് കോൺകേവിറ്റിയുടെ ജോമെട്രിക്കൽ ആസ്പെക്റ്റ്. ഇങ്ങനെ വരും. ഇത് കോൺകേവ് അപ്വാർഡിൻ്റെ പിക്ചറൈസേഷനാണ്. രണ്ടാമത്തത് ബി എന്ന് പറയുന്നത് കോൺകേവ് ഡൗൺവേർഡിൻ്റെ. ഇവിടെ കർവാണ് ബ്ലൂ കളറിൽ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ടാൻജൻറ്റ് വരച്ചിട്ടുണ്ട് റെഡ് ലൈനിൽ. അപ്പോൾ ഏത് പോയിൻറ്റിൽ ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാലും ഇവിടെ കർവിലെ ബാക്കിയുള്ള ആ ബ്ലൂ ലൈൻ, ആ ബ്ലൂ കർവ് ടാൻജൻറ്റിന് മുകളിലാണ്. അതുപോലെ ഇവിടെ ടാൻജൻറ്റിന് താഴെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കോൺകേവ് അപ്വേർഡ് എന്ന് പറയും, ഇവിടെ കോൺകേവ് ഡൗൺവേർഡ് എന്നും പറയും. നൗ വി ഹാവ് എ തിയറം. അതായത് ഇപ്പോൾ കോൺകേവിറ്റി നമുക്ക് എല്ലായ്പ്പോഴും ഗ്രാഫ് വരച്ച് ടാൻജൻറ്റ് വരച്ച് മുകളിലാണോ താഴെയാണോ കർവിലെ പോയിൻറ്റ്സ് ഉള്ളത് എന്ന് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇൻക്രീസിങ് ഡിക്രീസിങ് വെച്ചിട്ടുള്ള ഡെഫിനിഷനുണ്ട്. അപ്പോൾ ആ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് നമ്മളൊരു തിയറം ഫോം ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ആ റിസൾട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ തിയറം ഇതാണ്. സപ്പോസ് എഫ് ഹാസ് എ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓൺ എൻ ഓപ്പൺ ഇൻ്റർവൽ ഐ. If f double dash of x greater than 0 for all x in I, then the graph of f is concave upward on I. And second one, if f double dash of x less than 0 for all x in I, then the graph of f is concave downward on I. That is
നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞു എഫ് ഡാഷ് ഇൻക്രീസിങ് ആണെങ്കിൽ കോൺകേവ് അപ്പായിരിക്കും. എഫ് ഡാഷ് ഡിക്രീസിങ് ആണെങ്കിൽ കോൺകേവ് ഡൗൺവേർഡ് ആയിരിക്കും. ഈ ഒരു ഫങ്ഷൻ എഫ് ഇൻക്രീസിങ് ആണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എഫ് ഡാഷ് ഗ്രേറ്റർ ദാൻ 0 എന്നാണ്. അപ്പോൾ എഫ് ഡാഷ് ഇൻക്രീസിങ് ആണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തായിരിക്കും? എഫ് ഡാഷിൻ്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് എഫ് ഡബിൾ ഡാഷ് ഗ്രേറ്റർ ദാൻ 0. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ നമ്മൾ എഫ് ഡാഷ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് ചെക്ക് ചെയ്യാൻ എഫ് ഡാഷിൻ്റെ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ദാറ്റ് മീൻസ് ഒരു കർവ് ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ കോൺകേവ് അപ്വേർഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ആ കർവിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണോ ആ ഇൻ്റർവെല്ലിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അതുപോലെ കോൺകേവ് ഡൗൺവേർഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ആ ഇൻ്റർവെല്ലിൽ ആ ഫംഗ്ഷൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. സോ ദാറ്റ്സ് ദ പ്രൊസീജിയർ ഡിറ്റർമൈനിങ് ദ ഇൻ്റർവെൽസ് ഓഫ് കോൺകേവിറ്റി ഓഫ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ്റെ കോൺകേവ് അപ്പും കോൺകേവ് ഡൗണും ആയിട്ടുള്ള ഇൻ്റർവെൽസ്, നമ്മൾ ഇൻക്രീസിങ് ഡിക്രീസിങ് ആയിട്ടുള്ള ഇൻ്റർവെൽസ് കണ്ടിരുന്നു. അതുപോലെ ഇനി കോൺകേവ് അപ്പും കോൺകേവ് ഡൗണും ആയിട്ടുള്ള ഇൻ്റർവെൽസ് കാണാൻ ഉള്ള പ്രൊസീജിയേഴ്സാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഫൈൻഡ് ആൾ വാല്യൂസ് ഓഫ് എക്സ് ഫോർ വിച്ച് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0. ഇപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിൻ്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ള പോയിൻ്റ് അത് കണ്ടുപിടിക്കാം. യൂസ് ദീസ് വാല്യൂസ് ഓഫ് എക്സ് ടു പാർട്ടീഷൻ ദ ഡൊമൈൻ ഓഫ് എഫ് ഇൻ ടു ഓപ്പൺ ഇൻ്റർവെൽസ്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അത് വെച്ചിട്ട് കംപ്ലീറ്റ് ഡൊമൈനെ നമ്മൾ ഇൻ്റർവെൽസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യാം. ദെൻ സെലക്ട് എ ടെസ്റ്റ് നമ്പർ സി ഇൻ ഈച്ച് ഇൻ്റർവെൽ ഫൗണ്ട് ഇൻ സ്റ്റെപ്പ് 1 ആൻഡ് ഡിറ്റർമിൻ ദ സൈൻ ഓഫ് എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ഓൺ ദാറ്റ് ഇൻ്റർവെൽ. ദെൻ ഇത് നമ്മുടെ ഡെഫിനിഷനാണ്. അതായത് ആദ്യം നമ്മൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഫംഗ്ഷൻ തരുന്നു, നമുക്ക് എഫ് ഓഫ് എക്സ് തരുന്നു. ദെൻ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുന്നു, ദെൻ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുന്നു. ദെൻ അടുത്ത സ്റ്റെപ്പ് സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആവുന്ന എക്സുകൾ കാണുന്നു, അല്ലെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ചില കേസിൽ എക്സിസ്റ്റ് ചെയ്യാത്ത കേസുകളുണ്ടാവും. അപ്പോൾ ഒന്നുകിൽ 0 ആവുന്ന പോയിൻറ്റ്സ് അല്ലെങ്കിൽ നോട്ട് എക്സിസ്റ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് കാണാം. അങ്ങനെയുള്ള എക്സുകൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ എക്സിന് നമുക്കൊരു 2-3 വാല്യൂ ചിലപ്പോൾ കിട്ടാം, x1 x2 x3. അപ്പോൾ ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻ്റർവെൽസ് -∞ ടു x1 x1 ടു x2 അങ്ങനെ ഇൻ്റർവെൽസ് എഴുതുമല്ലോ. അങ്ങനെ ഇൻ്റർവെൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ദെൻ ഓരോ ഇൻ്റർവെല്ലിൽ നിന്നും ഓരോ ടെസ്റ്റ് നമ്പർ, നമ്മൾ മാക്സിമം മിനിമം ഒക്കെ കാണാൻ ഉപയോഗിച്ചിരുന്നു, ഓരോ ടെസ്റ്റ് നമ്പർ കണ്ടുപിടിക്കുന്നു. ആ ടെസ്റ്റ് നമ്പർ സി എന്നുള്ള നമ്പറാണെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് സി കാണുന്നു. എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ആണ് കാണേണ്ടത്, കാരണം നമ്മുടെ ഡെഫിനിഷൻ അങ്ങനെയാണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ലെസ് ദാൻ 0 അതിനെയാണ് കോൺകേവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്. എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ ഇൻ്റർവെല്ലിൽ ഒരൊറ്റ ടെസ്റ്റ് പോയിൻ്റ് എടുത്തിട്ട് ചെയ്ത് നോക്കിയാൽ മതി. ആ ഇൻ്റർവെല്ലിൽ ബാക്കി എല്ലാ പോയിൻറ്റ്സിലും അതേ സൈൻ തന്നെ ആയിരിക്കും. എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫസ്റ്റ് ഇൻ്റർവെല്ലിൽ കോൺകേവ് അപ്വേർഡ് ആണെന്ന് പറയാം. ഇനി ലെസ് ദാൻ 0 ആണെങ്കിൽ കോൺകേവ് ഡൗൺവേർഡ് ആണ് എന്നും പറയാം. Now we have a problem. Determine the intervals where the graph of f of x equal to x raised to 4 minus 4x cube plus 12 is concave upward and the intervals where it is concave downward. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അത് കോൺകേവ് അപ്വേർഡും കോൺകേവ് ഡൗൺവേർഡും ആയിട്ടുള്ള ഇൻ്റർവെൽസ് ഏതൊക്കെയാണെന്ന് ഡിറ്റർമിൻ ചെയ്യണം. So we have given f of x equal to x raised to 4 minus 4x cube plus 12. Then first derivative കാണണം f dash of x, that is 4x cube minus 12x square. Then f double dash of x, that's equal to 12x square minus 24x. ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് 0 ആവുന്ന പോയിൻറ്റ്സ്, ദാറ്റ് മീൻസ് 12x സ്ക്വയർ മൈനസ് 24x 0 ആവുന്ന പോയിൻറ്റ്സ്. 12x ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. x minus 2 equal to 0, that implies x equal to 0, 2. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് 6
സീറോ ആവുന്ന രണ്ട് പോയിൻറ്റ്സാണ് ഉള്ളത്, 0യും 2. ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഡിഫൈൻഡ് അല്ലാത്ത പോയിൻറ്റ്സ് ഉണ്ടോ? എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇതാണ്, ഇതൊരു പോളിനോമിയലാണ്, ഇത് എല്ലായിടത്തും ഡിഫൈൻഡ് ആണ്. അതായത് എക്സിന് ഏത് വാല്യൂ കൊടുത്താലും നമുക്കിതിനൊരു വാല്യൂ കിട്ടും. വാല്യൂ അൺഡിഫൈൻഡ് ആയിട്ടുള്ള കേസ് ഉണ്ടാവില്ല. സോ ഈ കേസിൽ നമുക്ക് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് 0 ആവുന്ന പോയിൻറ്റ്സ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ 0യും 2 ആണ്. അപ്പോൾ 0യും 2 വെച്ചിട്ട് നമ്മുടെ ഇൻ്റർവെല്ലിനെ ഡിവൈഡ് ചെയ്യണം, നമ്മുടെ ഡൊമൈനെ. അപ്പോൾ ഇവിടെ ഡൊമൈൻ പ്രത്യേകിച്ചൊന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ -∞ മുതൽ ഇൻഫിനിറ്റി വരെയാണ് എന്നെടുക്കും. അപ്പോൾ 0, 2, ദി പോയിൻറ്റ്സ് 0 and 2 ഡിവൈഡ്സ് ദ ഡൊമൈൻ -∞ +∞ ഇൻറ്റു ദി ഇൻ്റർവെൽസ്. എങ്ങനെയാണ്? -∞ to 0, 0 to 2 ആൻഡ് 2 to ഇൻഫിനിറ്റി. ഇങ്ങനെ ഇൻ്റർവെൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ഓരോ ഇൻ്റർവെല്ലിൽ നിന്നും ഓരോ ടെസ്റ്റ് നമ്പർ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഇൻ്റർവെല്ല് -∞, 0. അതിൽ നമ്മൾ എടുക്കുന്ന ഏതെങ്കിലും ഒരു പോയിൻ്റ്, ഇപ്പോൾ 1 എടുക്കാം. 1 belongs to -1 belongs to -∞, 0. ദെൻ എഫ് ഡബിൾ ഡാഷ് ഓഫ് -1 കാണണം. എഫ് ഡബിൾ ഡാഷ് ഓഫ് -1 ആണ് കാണേണ്ടത്, മാറിപ്പോകരുത്. എഫ് ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് 12x ഇൻറ്റു x - 2. ദാറ്റ് ഈസ് വി ഗെറ്റ് -12 ഇൻറ്റു -3. ദാറ്റ് ഈസ് 36, which is greater than 0. സോ ഒരു ടെസ്റ്റ് നമ്പർ എടുത്തു ഫസ്റ്റ് ഇൻ്റർവെല്ലിൽ നിന്ന്, അത് പോസിറ്റീവാണ്. ദാറ്റ് മീൻസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഫോർ എവറി എക്സ് ഇൻ. അപ്പോൾ ആ ഇൻ്റർവെൽ മൊത്തത്തിൽ ആ സ്വഭാവമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദാറ്റ് മീൻസ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണ്. ദാറ്റ് മീൻസ് ദി ഫങ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് കോൺകേവ് അപ്വേർഡ് ഇൻ ദിസ് ഇൻ്റർവെൽ -∞, 0. ഇനി അടുത്ത ഇൻ്റർവെൽ 0 to 2. അപ്പോൾ ഇത് നമുക്ക് 1 എടുക്കാം. എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 ദാറ്റ്സ് ഈക്വൽ ടു 12 ഇൻറ്റു 1 - 2, ദാറ്റ് ഈസ് -12, വിച്ച് ഈസ് ലെസ് ദാൻ 0. സോ എഫ് ഓഫ് എക്സ് ഈസ് കോൺകേവ് ഡൗൺ ആണ്, കോൺകേവ് ഡൗൺവേർഡ് ആണ്, അല്ലെങ്കിൽ കോൺകേവ് ഡൗൺ ആണ് ഇൻ 0 to. നൗ വി ടേക്ക് അനദർ ഇൻ്റർവെൽ, ദ ലാസ്റ്റ് ഇൻ്റർവെൽ, ദാറ്റ് ഈസ് 2 to ഇൻഫിനിറ്റി. ഇവിടെ നമുക്ക് 3 എടുക്കാം. എഫ് ഡബിൾ ഡാഷ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ വി ഗെറ്റ് 36 എന്ന് കിട്ടും, ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ എഫ് ഓഫ് എക്സ് ഈസ് കോൺകേവ് അപ്വേർഡ് എന്ന് കിട്ടും. സോ 3 ഇൻ്റർവെല്ലാണ് നമുക്ക് കിട്ടിയത്. അതിൽ എഫ് ഓഫ് എക്സ് ഈസ് കോൺകേവ് അപ്വേർഡ് വരുന്നത് -∞, 0യിലും അതുപോലെ 2 to ഇൻഫിനിറ്റിയിലുമാണ് അപ്വേർഡ്. 0 to 2ൽ കോൺകേവ് ഡൗൺവേർഡാണ്. അപ്പോൾ കോൺകേവിറ്റി ഇവിടെ അപ്വേർഡാണ്. ആ ഇൻ്റർവെല്ലിൻ്റെ ഓർഡറിൽ എഴുതിയാൽ ഇവിടെ അപ്വേർഡാണ്, 0 2ൽ ഡൗൺവേർഡാണ്, ദെൻ 2 to ഇൻഫിനിറ്റിയിൽ വീണ്ടും അപ്വേർഡാണ്. സോ ദ കോൺകേവിറ്റി ചേഞ്ചസ്, 2 പോയിൻറ്റിലാണ് കോൺകേവിറ്റി ചേഞ്ച് ചെയ്യുന്നത്. അതായത് ഈ 2 പോയിൻറ്റിൽ 0യിലും 2ലും, അവിടെ രണ്ടിടത്തും എഫ് ഡബിൾ ഡാഷ് 0 ആണ്, പിന്നെ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഗ്രേറ്റർ ദാനും ലെസ് ദാനൊക്കെ ആകും. അപ്പോൾ 0യിലും 2ലും വെച്ച് കോൺകേവിറ്റി ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ 0 കൊടുക്കുമ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താ കിട്ടുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12 എന്ന് കിട്ടും. അപ്പോൾ 0, 12 എന്ന പോയിൻറ്റിലും അതുപോലെ 2 കൊടുത്തു കഴിഞ്ഞാൽ -4 ആണ് കിട്ടുന്നത്. 2 - 4 എന്നുള്ള പോയിൻറ്റിലും ആണ് ചേഞ്ച് ചെയ്യുന്നത്, കോൺകേവിറ്റി ചേഞ്ച് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? 0, 12ൽ ഇവിടെയാണ് 0 വരെ ഫസ്റ്റ് ഇൻ്റർവെല്ലാണ്, പിന്നെ അങ്ങോട്ട് സെക്കൻഡ് ഇൻ്റർവെല്ലാണ് 0ൻ്റെ റൈറ്റ് സൈഡ് വരുന്നത്. അപ്പോൾ 0 വരച്ച് കാണിക്കാം, -∞, 0 to +∞. ഇവിടെ അപ്വേർഡ്, ഡൗൺവേർഡ്, ദെൻ അപ്വേർഡ്. അപ്പോൾ ഇവിടെ 0, 12 അതുപോലെ 2 - 4. 0, 12ൽ അപ്വേർഡിൽ നിന്ന് ഡൗൺവേർഡ് ആവുന്നു അല്ലേ? അപ്വേർഡിൽ നിന്ന് ഡൗൺവേർഡിലേക്ക് കോൺകേവിറ്റി ചേഞ്ച് ചെയ്യുന്നു. കോൺകേവിറ്റി ചേഞ്ചസ് അറ്റ് ദ പോയിൻറ്റ് 0, 12 ഫ്രം അപ്വേർഡ് ടു ഡൗൺവേർഡ്.
and at 2 minus 4 it changes from downward to upward. ഡൗൺവേർഡിൽ നിന്നും അപ്വേർഡിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. സോ ദാറ്റ്സ് ദി ചേഞ്ചസ് ഓഫ് കോൺകേവിറ്റി ആൻഡ് ദ കറസ്പോണ്ടിങ് ഇൻ്റർവെൽസ്. നെക്സ്റ്റ് പ്രോബ്ലം. Determine the intervals where the graph of f of x equal to x raised to 2 by 3 is concave upward and downward. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് തന്നിട്ടുള്ളത് എക്സ് റേസ് 2 by 3 ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് 2 by 3 ഇൻറ്റു എക്സ് റേസ് ടു 2 by 3 minus 1, that is minus 1 by 3. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് that's equal to minus 2 by 9 x raised to minus 4 by 3. അപ്പോൾ ഇതിനൊന്ന് മാറ്റി എഴുതിയാൽ minus 2 by 9 x raised to minus 4 by 3 എന്ന് പറഞ്ഞാൽ താഴേക്ക് എഴുതുമ്പോൾ x raised to plus 4 by 3 ആവും. ദിസ് ഈസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്. ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് 0 ആകുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ minus 2 by 9 ഇൻറ്റു എക്സ് റേസ് ടു 4 by 3 ഈക്വൽ ടു 0. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ minus 2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദിസ് ഈസ് നോട്ട് പോസിബിൾ. ഇപ്പോൾ എഫ് ഡബിൾ ഡാഷ് 0 ആവുന്ന പോയിൻറ്റ്സ് ഇല്ല. അങ്ങനെ പോയിൻറ്റ്സ് ഉണ്ടാവണമെങ്കിൽ minus 2ഉം 0യും ഈക്വൽ ആവണം. പക്ഷേ അത് പോസിബിൾ അല്ല. അതുകൊണ്ട് ഇതും പോസിബിൾ അല്ല. ഇനി അപ്പോൾ ഇവിടെ 0 ആവുന്ന പോയിൻറ്റ്സ് ഇല്ല. ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ടോ? അപ്പോൾ താഴെ എക്സ് താഴെയാണുള്ളത്, ഡിനോമിനേറ്ററിലാണുള്ളത്. അപ്പോൾ 0 വന്നാൽ പ്രോബ്ലം ആണ്, നോട്ട് ഡിഫൈൻഡ് ആണ്. സോ അറ്റ് എക്സ് ഈക്വൽ ടു 0 എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈസ് നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഈ 0 എന്നുള്ള പോയിന്റിലാണ് പ്രശ്നം. അപ്പോൾ 0 ഉപയോഗിച്ച് നമ്മൾ എൻ്റയർ ഡൊമൈനെ സ്പ്ലിറ്റ് ചെയ്യാം. നമുക്ക് 2 ഇൻ്റർവെൽ കിട്ടും, -∞ 0യും 0 to ∞. ഇതിൽ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഇൻ്റർവെലിൽ നിന്ന് ഒരു പോയിൻ്റ് എടുക്കാം, -1 എടുക്കാം. ദെൻ എഫ് ഡബിൾ ഡാഷ് ഓഫ് -1, that is minus 2 by 9 into minus 1 raised to 4 by 3. അപ്പോൾ ഇതിനൊന്ന് മാറ്റി എഴുതിയാൽ -2 by 9 minus 1 raised to 4 whole raised to 1 by 3. അപ്പോൾ -2 by 9 -1 4th power 1 ആണ്. 1 raised to 1 by 3 again it is 1 -2 by 9 which is less than 0. അപ്പോൾ ഫസ്റ്റ് ഇൻ്റർവെല്ലിൽ ഒരു ടെസ്റ്റ് പോയിൻ്റ് എടുത്തു, വി ഗെറ്റ് ദി സെക്കൻഡ് ഡെറിവേറ്റീവ് ഈസ് ലെസ് ദാൻ 0. അതുകൊണ്ട് ആദ്യത്തെ ഇൻ്റർവെല്ലിൽ -∞ 0യിൽ കോൺകേവ് ഡൗൺവേർഡ് ആണ്, നെഗറ്റീവ് നമ്പറാണ് കിട്ടുന്നത്. ഇനി 0 ഇൻഫിനിറ്റിയിൽ ഒരു പോയിൻ്റ് 1 തന്നെ എടുക്കാം. സോ എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 -2 by 9 into 1 raised to 4 by 3 -2 by 9 which is less than 0, again less than 0. that is ഇവിടെയും എഫ് ഓഫ് എക്സ് എന്താണ്? കോൺകേവ് ഡൗൺ ആണ്. ഡൗൺവേർഡ് അല്ലെങ്കിൽ കോൺകേവ് ഡൗൺ. ദാറ്റ് ഈസ് രണ്ട് ഇൻ്റർവെല്ലിലും എന്താണ്? കോൺകേവ് ഡൗൺവേർഡ് ആണ്. ഇവിടെയും ഡൗൺവേർഡ് ആണ്, ഇവിടെയും കോൺകേവ് ഡൗൺവേർഡ് ആണ്. സോ കോൺകേവിറ്റി ഇവിടെ ചേഞ്ച് ചെയ്യുന്നില്ല, അത് ഒരേ ക്യാരക്ടർ തന്നെ കീപ്പ് ചെയ്യാണ്, കോൺകേവ് ഡൗൺവേർഡ്. സോ ദാറ്റ് ഈസ് ദി concavity of a graph of a function. Now we have another important definition, inflection point or point of inflection. Let the function f be continuous on an open interval containing the point C. And suppose the graph of f has a tangent line at the point P. The coordinates are CF of C. If the graph of f changes from concave upward to concave downward or vice versa at P, then the point P is called an inflection point of the graph of f. അതായത് ഇൻഫ്ലക്ഷൻ പോയിൻ്റ്, ഒരു പോയിൻറ്റിനെ ഇൻഫ്ലക്ഷൻ പോയിൻ്റ് അല്ലെങ്കിൽ പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് വിളിക്കണമെങ്കിൽ ആ പോയിൻ്റിൽ ഒരു കർവ് ഉണ്ട് നമുക്ക്. ആ കർവിൽ ഒരു പോയിൻ്റ് നമ്മളെടുത്തു, പി എന്ന് പറയുന്ന പോയിൻ്റ്. ആ പി എന്ന് പറയുന്ന പോയിൻറ്റിനെ നമ്മളൊരു ഇൻഫ്ലക്ഷൻ പോയിൻ്റ് അല്ലെങ്കിൽ പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് വിളിക്കണമെങ്കിൽ ആ പോയിൻ്റിൽ
അതിൻ്റെ ഫംഗ്ഷൻ്റെ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഗ്രാഫാണെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ കോൺകേവിറ്റി ചേഞ്ച് ചെയ്യണം. അതായത് പിയുടെ ലെഫ്റ്റ് സൈഡിൽ കോൺകേവ് അപ്വേർഡ് ആണെങ്കിൽ പിയുടെ റൈറ്റ് സൈഡിൽ കോൺകേവ് ഡൗൺവേർഡ് ആയിരിക്കണം. തിരിച്ചും വരാം, വൈസ് വേഴ്സ. അതായത് പിയുടെ ലെഫ്റ്റ് സൈഡിൽ കോൺകേവ് ഡൗൺവേർഡ് ആണെങ്കിൽ റൈറ്റ് സൈഡിൽ കോൺകേവ് അപ്വേർഡ് ആയിരിക്കണം. അതായത് കോൺകേവിറ്റി, ഒരു ഫംഗ്ഷൻ്റെ കോൺകേവിറ്റി ചേഞ്ച് ചെയ്യുന്ന പോയിൻറ്റിനെയാണ് പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ നേരത്തെ കണ്ടു, ചേഞ്ച് ചെയ്യുന്ന പോയിന്റിലൊക്കെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഈ പോയിന്റിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആയിരിക്കും. പക്ഷേ സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആയി എന്നതുകൊണ്ട് മാത്രം ആ പോയിന്റ് എന്താവണമെന്നില്ല, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആവണമെന്നില്ല. എന്തുകൂടെ വേണം? കോൺകേവിറ്റി ചേഞ്ച് ചെയ്യുകയും വേണം. സോ ദാറ്റ് ഈസ്, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടു, 0ൻ്റെ കേസ് കണ്ടു. 0ൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് 0 എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് 0 ആവാം, അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻഡ് ആവാം കേട്ടോ. ആ കേസിലും ട്രൂ ആണ്. ഇവിടെ 0ൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് ഡിഫൈൻഡ് ആണ്. പക്ഷേ ഇത് ഒരിക്കലും എന്താവില്ല, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആവില്ല. കാരണം 0യുടെ ലെഫ്റ്റ് സൈഡിലും ഡൗൺവേർഡ് ആണ്, റൈറ്റ് സൈഡിലും ഡൗൺവേർഡ് ആണ്. 0 എന്ന് പറയുന്നതിൽ ഫംഗ്ഷൻ്റെ കോൺകേവിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. സോ അതാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ്റെ ഡെഫിനിഷൻ. ഇനി നമുക്ക് ഇതാണ് അതിൻ്റെ പിക്ചറൈസേഷൻ. കോൺകേവ് ഡൗൺവേർഡിൽ നിന്ന് കോൺകേവ് അപ്വേർഡ് ആവുന്ന പോയിൻറ്റ്സ്, അതിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത്. At a point of inflection, the graph of f of a function, the graph of a function crosses its tangent line. ആ പോയിന്റിലുള്ള ടാൻജൻറ്റ് ലൈനെ ആ ഗ്രാഫ് ക്രോസ് ചെയ്യും, ടാൻജൻറ്റ് ലൈനിലൂടെ ക്രോസ് ചെയ്ത് കടന്നു പോകും. ഇനി ഇതിൻ്റെ പ്രൊസീജിയറാണ്, ദാറ്റ് ഈസ് എങ്ങനെയാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ കാണുന്നത്. ഫൈൻഡിങ് ഇൻഫ്ലക്ഷൻ പോയിൻറ്റ്സ്. ഫൈൻഡ് ആൾ നമ്പേഴ്സ് c in the domain of f for which f double dash of c equal to 0 or f double dash of c does not exist. These numbers give rise to the candidates for inflection points. Second step, determine the sign of f double dash of x to the left and to the right of each number c found in step 1. If the sign of f double dash of x changes, then the point p cf of c is a inflection point of f, provided that the graph of f has a tangent line at p. That means ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം. ഒരു ഫംഗ്ഷന് ഒരു പോയിന്റിൽ ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യണം. ഇനി എന്താണ് ഈ സ്റ്റെപ്പ് പറയുന്നത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത് വി ഹാവ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. നമ്മളതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്, ഫസ്റ്റും സെക്കൻഡും ഡെറിവേറ്റീവ് കാണുന്നു. സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആകുന്ന പോയിൻ്റ് ഓർ നോട്ട് എക്സിസ്റ്റ് ആയിട്ടുള്ള പോയിൻ്റ്, ഈ രണ്ട് പോയിൻറ്റ്സ്, ഈ രണ്ട് സെറ്റിലും പെട്ട പോയിൻറ്റ്സ് എല്ലാം കണ്ടുപിടിക്കാം. എന്നിട്ട് ഇങ്ങനെയുള്ള പോയിൻറ്റ്സ്, ഇപ്പോൾ നമുക്കൊരു 3 പോയിൻ്റ് കിട്ടി വിചാരിക്കാം, എ ബി സി. ഈ 3 പോയിൻറ്റ്സിലും എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഒന്നുകിൽ 0 ആണ്, അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻഡ് ആണ്. ഇനി ഓരോ പോയിൻറ്റിൻ്റെയും ലെഫ്റ്റിലും റൈറ്റിലും 3 പോയിൻറ്റ്സ് ആണെങ്കിൽ ഓരോ പോയിൻറ്റിൻ്റെയും ലെഫ്റ്റിലും റൈറ്റിലും നമ്മൾ ഓരോ നമ്പേഴ്സ് എടുത്ത് ചെക്ക് ചെയ്യാം. കോൺകേവ് അപ്പാണോ കോൺകേവ് ഡൗൺ ആണോ എന്ന് രണ്ട് സൈഡിലും ചെക്ക് ചെയ്യാം. അങ്ങനെ കോൺകേവിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആയിരിക്കും. സോ വി ഹാവ് ദ ഫസ്റ്റ് പ്രോബ്ലം. ഫൈൻഡ് ദി പോയിൻറ്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x raised to 4 minus 4x cube plus 12. So we have given the function f of x equal to x raised to 4 minus 4x cube plus 12. f dash of x equal to 4x cube minus 12x square. f double dash of x equal to 12x square minus 24x. ഇതിനെ നമ്മൾ 12x into x minus 2. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണിത്. ഇതൊരു പോളിനോമിയലാണ് എഫ് ഡബിൾ ഡാഷ്, അതുകൊണ്ട് ഡിഫൈൻഡ് അല്ലാത്ത പ്രശ്നമില്ല, എവരിവർ ഡിഫൈൻഡ് ആണ്. നൗ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് 0 ആവുന്ന പോയിൻറ്റ്സ്
implies we get x equal to 0 and 2. So the intervals are minus infinity മുതൽ 0 വരെ, 0 മുതൽ 2 വരെ, 2 മുതൽ ഇൻഫിനിറ്റി വരെ. ഇനി ഈ സീറോയുടെ ലെഫ്റ്റും റൈറ്റും, സീറോയുടെ ലെഫ്റ്റും റൈറ്റ് അതുപോലെ 2ൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും കോൺകേവിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ലെഫ്റ്റും റൈറ്റും ചെക്ക് ചെയ്യാനുള്ള എളുപ്പത്തിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്റർവെൽസായിട്ട് സ്പ്ലിറ്റ് ചെയ്തത്. ഇനി സീറോയുടെ ലെഫ്റ്റിൽ ഒരു പോയിൻ്റ് എടുക്കുക, അതായത് -1. അത് ആദ്യത്തെ ഇൻ്റർവെല്ലിൽ വരും. മൈനസ് ഇൻഫിനിറ്റി 0-ൽ f'(-1) കാണാം. നമ്മൾ മുമ്പ് കണ്ടിരുന്നു അത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ. 36 ആണ് >0. ഇനി സീറോയുടെ റൈറ്റ് സൈഡിൽ പറയുമ്പോൾ ഈ തൊട്ടടുത്തുള്ള ഇൻ്റർവെല്ലിൽ വരണം. 1 എടുക്കാം, അതായത് 0-2-ൽ വരും. f'(1) which is -12 ആണ് <0. അപ്പോൾ സീറോയുടെ ലെഫ്റ്റ് സൈഡിൽ കോൺകേവ് അപ്വേർഡാണ്, റൈറ്റ് സൈഡിൽ കോൺകേവ് ഡൗൺവേർഡാണ്. സോ കോൺകേവിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് f'(x) ചേഞ്ചസ് സൈൻ ഫ്രം പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ദാറ്റ് മീൻസ് കോൺകേവിറ്റി ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്, കോൺകേവിറ്റി ചേഞ്ച് ചെയ്യണത് കോൺകേവ് അപ്വേർഡിൽ നിന്നും കോൺകേവ് ഡൗൺവേർഡിലേക്ക് വെൻ വി മൂവ് from left to the right from left to the right of the point 0. അതുകൊണ്ട് 0 എന്നുള്ള പോയിൻ്റ് ഒരു ഇൻഫ്ലക്ഷൻ പോയിൻ്റാണ്. നമ്മൾ പോയിൻ്റ് പറയുമ്പോൾ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും പറയാറുണ്ട്. അപ്പോൾ എക്സ് 0 ആണെങ്കിൽ f(x) എന്താണെന്ന് നോക്കുക. f(x) നമുക്ക് കിട്ടുന്നത് 0⁴ -4 × 0³ + 12, that is 012 ആണ് പോയിൻ്റ്. 012 എന്നുള്ള പോയിന്റിൽ കോൺകേവിറ്റി ചേഞ്ച് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് എ ഇൻഫ്ലക്ഷൻ പോയിന്റ്. ദെൻ ഇനി 2ൻ്റെ കാര്യം ചെക്ക് ചെയ്യണം. 2ൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു പോയിന്റ് എടുക്കണം. അത് നമ്മൾ ആൾറെഡി എടുത്തു കഴിഞ്ഞ് 1 തന്നെ എടുക്കാം. 2ൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് 1. അവിടെ നമുക്ക് f'(1) -12 ആണ്, <0 ആണ്. ഇനി 0ൻ്റെ റൈറ്റ് സൈഡിൽ 3 എടുക്കാം, 2ൻ്റെ റൈറ്റ് സൈഡിൽ 3 എടുക്കാം. അത് 2 ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ വരും. f'(3) എന്ന് പറയുന്നത് 36 ആണ് കിട്ടുന്നത്, >0. സോ കോൺകേവിറ്റി ചേഞ്ചസ് ഫ്രം 2ൻ്റെ ലെഫ്റ്റ് സൈഡിൽ <0 ആണ്, ഡൗൺവേർഡ്, റൈറ്റ് സൈഡിൽ അപ്വേർഡ്. കോൺകേവിറ്റി ചേഞ്ചസ് ഫ്രം കോൺകേവ് ഡൗൺവേർഡ് ഇൻറ്റു കോൺകേവ് അപ്വേർഡ്. സോ ദി പോയിൻ്റ് 2 ഇസ് എ പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. 2 എന്ന് പറഞ്ഞാൽ 2ൻ്റെ y കോർഡിനേറ്റ് f(2) ആണ്. f(2) കണ്ടു കഴിഞ്ഞാൽ നമുക്ക് -4 എന്ന് കിട്ടും. 2 - 4 ഇസ് എ പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. സോ പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലക്ഷൻ പോയിൻറ്റ്സ് 2 എണ്ണമാണുള്ളത്, 0, 12 2 - 4. Now next, another problem. Find the points of inflection of f(x) equal to x-1^3. ഇപ്പോൾ f(x) x-1^3 ആണ്. f' (x) 1/3 × x-1^-2/3. f "(x) -2/9 × x-1^-5/3. സോ ഇതിനെ ഒന്ന് എക്സിൻ്റെ നെഗറ്റീവ് പവറൊക്കെ വരുന്നുണ്ട്. സോ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒക്കെ ആക്കി എഴുതിയാൽ -2/9 × x-1^-5/3. ഇവിടെ ഈക്വൽ ടു 0 ആവുന്ന f'(x) ഈക്വൽ ടു 0 ആകുമ്പോൾ നമുക്ക് -2 = 0 എന്ന് കിട്ടും. കോൺട്രഡിക്ഷനാണ്. സോ അങ്ങനെയുള്ള പോയിൻറ്റ്സ് ഉണ്ടാവില്ല. എന്നാൽ f'(x) ഡിഫൈൻഡ് അല്ലാത്ത പോയിൻറ്റ്സ് ഉണ്ടാവും എക്സിന്. അതായത് ന്യൂമറേറ്റർ 0 ആകുമ്പോഴാണ് ഡിഫൈൻഡ് അല്ലാതിരിക്കുക. 9 × x-1^-5/3 0 ആകുമ്പോൾ, ദാറ്റ് ഈസ് 9 0 ആവില്ല, x-1^-5/3 0 ആണ്. ദാറ്റ് മീൻസ് x-1 0 ആണ്, x = 1. x = 1 ആകുമ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് f'(x) നോട്ട് ഡിഫൈൻഡ് ആണ്. സോ ഈ 1-ൽ വെച്ചിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം, -∞ to 1 1 to ∞ ആയിട്ട്. ഇനി -∞ to 1-ൽ ഒരു പോയിൻ്റ് എടുക്കാം, 0 എടുക്കാം, -∞ to 1 f'(0). f'(x) എന്ന് പറഞ്ഞാൽ -2/9 x-1^-5/3 ആണ്.
So minus 2 by 9 minus 1 raised to 5 by 3. That is, we get a minus 1 raised to 5 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് 1 വരും. Then all raised to 1 by 3 വീണ്ടും നെഗറ്റീവ് വരും. ഇവിടെ ആൾറെഡി ഒരു നെഗറ്റീവ് ഉണ്ട്, രണ്ട് നെഗറ്റീവ് വന്നാൽ we get it is greater than 0. ഇനി 1ൻ്റെ റൈറ്റ് സൈഡിൽ, അപ്പോൾ ഈ ഇൻട്രോവലിൽ വരും 1ൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് 2 എടുക്കാം. 2 belongs to 1 infinity. f double dash of 2. f double dash of 2 minus 2 by 9 into 2 minus 1 all raised to 5 by 3. That is minus 2 by 9 into 2 minus 1, 1 raised to 5 by 3, it is 1. That's equal to minus 2 by 9, which is less than 0. So 1ൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഗ്രേറ്റർ ദാൻ 0 ആണ്. ദാറ്റ് ഈസ് കോൺകേവ് അപ്വാർഡാണ്. റൈറ്റ് സൈഡിൽ ലെസ് ദാൻ 0 ആണ്, കോൺകേവ് ഡൗൺവേർഡാണ്. ദാറ്റ് ഈസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിൻ്റെ സൈൻ ചേഞ്ചസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. Also that means concavity changes from upward to downward. That is 1ൽ കോൺകേവിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ 1ൻ്റെ ഇമേജ് എഫ് ഓഫ് 1 വരുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1 ഹോൾ റൈസ് ടു 1 by 3 ആയിരുന്നു. അപ്പോൾ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 0. സോ 1 0 is a point of inflection or inflection point എന്ന് കിട്ടും. That is the concavity and inflection points. Thank you.